പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അവന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഈ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ, ദിവസങ്ങൾ വളരെ വേഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൺ ഡേ നിയറർ ടു ദ ലോർഡ്, അല്ലേ? നമ്മൾ ഒരു ദിവസം കൂടെ കർത്താവുമായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ദിവസങ്ങളെല്ലാം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ദ വേ ടു പ്രോസ്പർ ആണ്. അതിന്റെ ഒരു 5ാമത്തെ കാര്യം ഇന്ന് പകൽ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നോക്ക് പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും, ഒന്ന് പറഞ്ഞ് സകലത്തിലും, ഇൻ ഓൾ തിങ്സ്, എല്ലാ കാര്യത്തിലും ശുഭവും സുഖവുമായിരിക്കണം. ദാറ്റ് ഐ ഷുഡ് പ്രോസ്പർ എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ വർദ്ധിക്കണം, നന്മയുണ്ടാകണം, അനുഗ്രഹിക്കപ്പെടണം, സന്തോഷമുള്ള ഒരാളായിരിക്കണം. പ്രൈസ് ലോർഡ്. നോക്ക്, അനേകർക്ക് പണം, ഇപ്പൊ ഈ ചിലരുടെ വിചാരം പണം ഉണ്ടെങ്കിൽ സന്തോഷിക്കാമെന്ന്. നോ, പണമല്ല നമ്മുടെ സന്തോഷത്തിന്റെ പാരാമീറ്റർ, യേശു ആകട്ടോ. പ്രൈസ്. നോക്ക്, കർത്താവ് പറഞ്ഞ ഒരു വാക്ക്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ പീസ് ഉണ്ടെങ്കിൽ പ്രൈസ് നോക്കിക്കേ, എന്തില്ലെങ്കിലും എന്തിലൂടെ കടന്നു പോയാലും പ്രൈസ് നമുക്കൊരു സമാധാനമാണ്. എന്നാ? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിനാണ് ഇതിന്റെ മേലും, എന്റെ കർത്താവിനാണ് അധികാരം. ഇതിന്റെ അകത്ത് ഞാൻ ലജ്ജിക്കാൻ ഒരിക്കലും എന്റെ കർത്താവ് എന്നെ സമ്മതിക്കത്തില്ല. ആ ഉറപ്പും ധൈര്യവും ഉള്ള ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. നോക്ക്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. കഴിഞ്ഞ ദിവസം തങ്കുബ്രദർ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്ക് അവരെ കളിയാക്കി വിളിച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാർഗം കൂടിയവര് അങ്ങനെയൊക്കെയാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ കളിയാക്കി അവർ വിളിച്ചുകൊണ്ടാണ് ക്രിസ്തു മാർഗം എന്നൊരു മാർഗം, അങ്ങനെ കളിയാക്കിയാണ് അവരെ അത് വിളിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ നമ്മൾ വി മേ ഹാവ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി, പക്ഷെ നമ്മളൊരു ക്രിസ്ത്യൻ ഭവനത്തിലായിരിക്കും ജനിച്ച്. എന്നാൽ അതിനേക്കാൾ എത്രയോ വലുതാണ് യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുന്നത്, അല്ലെ? ഐ നോ ഹിം, അല്ലെ? നമുക്കിപ്പം ഈ ഒരു ബിരിയാണി അവിടെ ഇരിക്കുകയാണ്, അല്ലെ? ആ ബിരിയാണി, അത് നമുക്ക് ബിരിയാണി ആണെന്ന് അറിയാം, പക്ഷെ ആ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്, അതിന് നല്ല അരോമ ആയിരുന്നു, നോക്ക് അതിന് നല്ല സ്പൈസ് ഉണ്ടായിരുന്നു, അത് ഭയങ്കര യമ്മി ആയിരുന്നു, നോക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, അതിൻ്റെ അകത്തെ മീറ്റ് സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് വെജിറ്റബിൾസ് ഒക്കെ നല്ല വെൽ കുക്ക്ഡ് ആണ്, അല്ലെ? നമുക്ക് പല കാര്യങ്ങൾ, അത് ടേസ്റ്റ് ചെയ്ത് ഒരാൾക്ക് പല കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതുപോലെയാണ് അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. രുചിച്ചറിയുമ്പോഴാണ് യു ക്യാൻ സേ മോർ ആൻഡ് മോർ അബൌട്ട് ജീസസ്. എത്ര പറഞ്ഞാലും തീരാത്തതുപോലെ എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ സാധിക്കും. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതികൾ, പ്രൈസ്, ഇറ്റ് ഈസ് ദ വേ ടു പ്രോസ്പർ. അനുഗ്രഹിക്കപ്പെടണം. ഈ ഭൂമി ആദ്യം കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഈ അനുഗ്രഹം എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. കർത്താവ് അവരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അതിനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിലോട്ട് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഭാഗമാണ്. ഞാൻ വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നില്ല, ഓരോന്നായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. യൂട്യൂബിലും ഇത് തന്നെ കിടപ്പുണ്ട്, യൂട്യൂബിലും പോയി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ 4-5 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പറഞ്ഞുകൊണ്ട് പോയത്. ഇന്ന് വേറൊരു കാര്യം ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം പ്രാരംഭമായി ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നിന്ന് വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒരുവന് വേണ്ടി ഒരുവൻ
പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാം. ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഇന്റർസീഡ് ഫോർ അതേഴ്സ്. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്കറിയാം നമ്മുടെ ഒരു ആവശ്യത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നല്ലോണം അറിയാം. പലരും പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പം ഞങ്ങളെയൊക്കെ വാട്സാപ്പിലായിക്കോട്ടെ മെസ്സഞ്ചറിലായിക്കോട്ടെ മെസ്സേജ് ഇടും, അതുപോലെ വ്യക്തിപരമായി വിളിക്കും, സഭയിൽ കാണുമ്പം അടുത്തു വരും, ബ്രദറെ പ്രത്യേകം പ്രാർത്ഥിച്ചോണം എന്നൊക്കെ ഞങ്ങളോട് പറയും. അവരുടെ ഒരു ആവശ്യത്തിന്റെ മുമ്പിൽ ആ പ്രാർത്ഥിക്കുവാൻ അവർ കാണിക്കുന്ന തീഷ്ണത വളരെ വലുതാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനും അങ്ങനെ വ്യത്യസ്തനായ ഒരു വ്യക്തിയല്ല. നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ഇടിവിൽ നിന്ന് കർത്താവ് നമ്മൾ പറയും, അയ്യോ ആ കാര്യം ഒന്ന് നടന്നാൽ മതി, എങ്ങനെയും അതിനൊരു വഴി കർത്താവെ തുറക്കണം എന്ന് നമ്മൾ വി ഓൾവേസ് പ്രേ, അല്ലേ? പ്രൈസ്. എന്നാൽ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രേ ഫോർ അതേഴ്സ് ആസ് യു പ്രേ ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാം, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവാണ് പ്രാർത്ഥനയെ, എന്താണ് പ്രാർത്ഥന എന്ന് നമുക്ക് കാണിച്ചു തന്നത്. അധികാലത്തെ എഴുന്നേറ്റ് ഇരുട്ടുള്ള സമയത്ത് നോക്കിയ എല്ലാവരിൽ നിന്നും വേർപെട്ടു പോയി. ഹി വാസ് സിറ്റിംഗ് എലോൺ വിത്ത് ഹിസ് ഫാദർ. തന്റെ പിതാവിനോട് കൂടെ സമയം ചെലവിടുന്നത് നമ്മൾ കാണുകയാണ്. ശിഷ്യന്മാർ ഇത് കണ്ടു. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മളൊരു പ്രാർത്ഥന കാണുന്നുണ്ട്. യേശുവിന്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. ആ പ്രാർത്ഥന 3 ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാം. ഒന്ന്, കർത്താവ് തനിക്ക് വേണ്ടി, ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ നമുക്ക് സെൽഫ് പ്രെയർ വേണം. നമുക്ക് നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്തും ഒക്കെ നമുക്ക് തന്നെ അറിയാം, അല്ലേ? അപ്പം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ ഇന്ന ഏറിയ എനിക്ക് വീക്കാണ്, ഇന്ന ഏറിയ ചില കാര്യങ്ങൾ കർത്താവെ ഫിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇന്ന ഏറിയയിൽ എനിക്കൊരു സഹായം വേണം, ഇന്ന ഏറിയ ഞാൻ ശ്രമിച്ചിട്ടും ഞാൻ ശരിയാക്കാൻ നോക്കിയിട്ടും ഞാൻ നന്നാകാൻ നോക്കിയിട്ടും എനിക്ക് നന്നാകാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. നമ്മൾ നോക്ക്, യേശുവിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മൾ കാണുന്നത് ഗെത്സമനെ തോട്ടത്തിലാണ്, അല്ലെ? ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് നോക്ക് ഒരു കല്ലേറ് ദൂരത്തോളം മാറി ശിഷ്യന്മാരുടെ അടുത്തുനിന്ന് മാറി വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം കർത്താവ് പറയുകയാണ്, അയ്യോ കർത്താവ് ഭയങ്കരമായിട്ട് ഹി വാസ് ടെംപ്റ്റഡ്, അല്ലെ? വല്ലാതെ താൻ വെല്ലുവിളിയിലൂടെ പോകുക. എന്നിട്ട് പറയാ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം. എങ്കിലും പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്ക് ലഭിച്ചത് തന്നെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി, സ്വർഗത്തിൽ തനിക്ക് വലിയ എൻകൗണ്ടർ ഉണ്ടായി, താൻ ശക്തീകരിക്കപ്പെട്ടു. ഉടനെ താൻ പറയുകയാണ്, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം വേണം നടക്കാൻ. ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ അവരെ ഉറങ്ങുന്നവരായിട്ടാണ് കർത്താവ് തിരിച്ചു വരുമ്പം, ഓരോ പ്രാവശ്യവും തിരിച്ചു വരുമ്പം അവരെ ഉറങ്ങുന്നവരായി കണ്ടു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, യു വിൽ ബി ടെസ്റ്റഡ്. അത് കഴിഞ്ഞ ഉടനെ എന്നാ സംഭവിച്ച് പടയാളികൾ വരികയാണ്. കർത്താവിനെ പിടിക്കാൻ പടയാളികൾ വരുമ്പോൾ പത്രോസ് വാളൂരി വെട്ടുകയാണ്. നോക്ക്, എന്ത് ഉറങ്ങുന്നവരായിരുന്നു, പ്രാർത്ഥിക്കാതെ ഇരുന്നു, കർത്താവുമായിട്ട് കണക്റ്റഡ് ആകാതെ ഇരുന്നു. ഹി വാസ് ടെംപ്റ്റഡ്, അല്ലേ? ആ വാളൂരി എന്ത് ചെയ്തു? വെട്ടി. അപ്പം ആ കൂട്ടായ്മ ഏത് കാര്യത്തെയും ഓവർകം ചെയ്യാൻ എനിക്ക് വലിയൊരു ബലം തരും. ആ പ്രാർത്ഥന ഒരു ബലം തരും. ഇവിടെ 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2, കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തന്റെ കൂടെ നടക്കുന്ന, തന്റെ ക്ലോസ് ബഡീസ്, ഒന്നിച്ച് നടക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. 3, കർത്താവ് സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കുന്ന മുഴുവൻ പേർക്കും, ഞാനെപ്പോഴും പറയും, എനിക്ക് വേണ്ടിയും കൂടെ നോക്ക്, റജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ ദൈവവചനത്തിലുണ്ട്. എനിക്ക് വേണ്ടിയും കൂടെ കർത്താവ് ജോൺ 17, നിങ്ങൾ ജോൺ 17 മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആ ജോൺ 17 വായിക്കുമ്പം അവിടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ്, ജോൺ 17:9 മാത്രം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജോൺ 17:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി അത്രേ അപേക്ഷിക്കുന്നത്. എന്റേതെല്ലാം നിന്റേതും, എന്റേതെല്ലാം നിന്റേതും, നിന്റേതെല്ലാം എന്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെടേണ്ട
പോകേണ്ടതിനായി കർത്താവ് എന്ത് ചെയ്യുകയാണ്? കർത്താവ് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ പറയുന്ന സുവിശേഷം വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി എന്റെ കർത്താവ് പ്രാർത്ഥിച്ചു. സോ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മാർഗം ഇന്റർസീഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ജാഗരിക്കുന്നവരായിരിക്കണം. നിങ്ങൾ നോക്കിയോ, യോബിന്റെ പുസ്തകം അതിന്റെ 42 അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്. യോബ് തന്റെ ജീവിതത്തിൽ യോബിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ കഷ്ടത, എല്ലാവരുടെയും ഉള്ളിലേക്ക് കഷ്ടതയാ വരുന്നത്. ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ, യോബിന്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഹി വാസ് സോ മച്ച് ബ്ലെസ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ പിശാച് വന്ന് ദൈവത്തോട് പറയുക, നീ അവന്റെ ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുക, അതൊന്ന് പൊളിച്ച് കാണിച്ചാൽ അവൻ നിന്നെ തള്ളി പറയുന്നത് ഞാൻ കാണിച്ചു തരാം. വേലിയൊക്കെ പൊളിച്ച് കർത്താവ് കൊടുത്തു. വലിയ പ്രതിസന്ധിയിലൂടെ കഷ്ടതയിലൂടെ യോബ് കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും യോബ്, ദൈവത്തിന് അറിയായിരുന്നു യോബ് ഒരിക്കലും തള്ളി പറയത്തില്ല. എന്തിലൂടെ കടന്നു പോകേണ്ട വന്നാലും തള്ളി പറയത്തില്ല. യോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ദൈവവചനം പറയുകയാണ്, തന്നെ പിന്നത്തേതിലും ഇരട്ടിയായി കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന സാരം, ഒരു പ്രതിസന്ധി കാണുമ്പോൾ അതോടെ എല്ലാം തീർന്നുവെന്ന് വിചാരിക്കരുത്. മൈ ഗോഡ് ഇസ് എ ഗോഡ് ഹു ഓൾവേസ് ബ്ലെസ്സസ്. എന്റെ കർത്താവിന്റെ പദ്ധതി ഉയർച്ചയാണ്, അനുഗ്രഹമാണ്. യോബിന്റെ പുസ്തകം അതിന്റെ 42 അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി, താൻ കഷ്ടതയിലൂടെ കടന്നു പോവുക, താൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. എന്നാൽ യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്ന ഒക്കെയും യഹോവ യോബിന് ഇരട്ടിയായി മടക്കി കൊടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, when you intercede in prayer, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആ സ്വന്തം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത അസാധാരണമായ ചില ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും. ഞാനും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും മാത്രമല്ല, ഒരു പ്രതിസന്ധി കാണുമ്പോൾ, ഒരു പ്രതികൂലം കാണുമ്പോൾ, മിഡിൽ ഈസ്റ്റിൽ പീസ് ഇല്ല, മിഡിൽ ഈസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അവിടെ സമാധാനം. ഒത്തിരി പേര് യാതനയിലൂടെ പോകുക, എത്ര പേരാ പാലായനം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വീടിന്റെ മേളിൽ വന്നൊരു ബോംബ് വീഴുക, നമ്മൾ വീടെല്ലാം ഇട്ട് ജീവൻ കിട്ടിയെന്ന് വെച്ചു, ആ ജീവനും കൊണ്ട് നമ്മുടെ വീട് വിട്ട്, നമ്മുടെ ദേശം വിട്ട് നമ്മൾ പാലായനം ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ ഒരു അവസ്ഥയിൽ കൂടെ ചില രാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ച കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജനം, നമുക്കറിയത്തില്ലാത്ത ജനം, നമ്മൾ പോയിട്ടില്ലാത്ത ദേശം, അങ്ങനെയൊക്കെ ഉള്ള ദേശത്തൊരു വിപത്തൊക്കെ വരുമ്പോൾ ആ സ്ഥലത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. എവിടെയെങ്കിലും ഏതെങ്കിലും ദേശത്ത് എന്തെങ്കിലും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭാരത്തോടെ ഇരിക്കുമ്പോൾ ആ ദേശത്തിന് വേണ്ടിയും ആ വീടിന് വേണ്ടിയും ആ വ്യക്തിക്ക് വേണ്ടിയും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനൊന്ന് തുടങ്ങിക്കേ. പ്രീസലോ നോക്കിക്കേ, സ്ഥിതിക്ക് മാറ്റം വരും. അവരുടെ സ്ഥിതിക്കും മാറ്റം വരും, നിങ്ങളുടെ സ്ഥിതിക്കും മാറ്റം വരും. ഞാൻ പറഞ്ഞത്, എന്റെ കർത്താവ് സർവശക്തനാണ്. ഹി ഈസ് ഓൾമൈറ്റി ഗോഡ്. സകലത്തിനും മതിയായവനാണ്. അവന്റെ മഹത്വം ആകാശവും ഭൂമിയും മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, അമേരിക്കയിൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നടക്കും. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യൂറോപ്പിൽ ചിലപ്പോൾ ഉത്തരം നടക്കും, ഫാർ ഈസ്റ്റിൽ ചിലപ്പോൾ ഉത്തരം നടക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരം എല്ലായിടത്തും ചലിക്കും. പക്ഷേ ചലിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടേ പറ്റത്തുള്ളൂ. സോ മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്റർസീഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ അവസ്ഥ മാറും. നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾ തല്ലി അലച്ച് കിടന്ന് പ്രാർത്ഥിക്കുമല്ലോ. അയ്യോ ഇന്ന ദൈവദാസൻ ഇന്നടത്ത് വരുന്നുണ്ട്, ആ ദൈവദാസനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചേക്കാം. ഇല്ല തങ്കൂറർ വരുന്നുണ്ട്, തോമസ് ഉടിവേർ വരുന്നുണ്ട്, നമുക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി അതുപോലെ തന്നെ ദ സെയിം വേ, അതുപോലെ നമുക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നോ, ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് മാറിയിരുന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ എൻ്റെ ചില കൂട്ടുകാര്, എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിന്റെ സന്നിധി വരുമ്പം
ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് ഷിനായോട് പറയും, നോക്ക് ഉപവസിച്ച് ആ വ്യക്തി റജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നോക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിശ്വാസത്തിൽ വരാനിടയായത്. നോക്ക്, എൻ്റെ അമ്മയുടെ സഹോദരി, എൻ്റെ അമ്മയുടെ സിസ്റ്റർ, ഞങ്ങളുടെ വീട്ടിൽ ഒരു 10-60 വർഷം മുമ്പേ ആ ആന്റി കർത്താവിൽ ചേർക്കപ്പെട്ടു. ആന്റി വിശ്വാസത്തിൽ വന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിൽ വന്നത് ആന്റിയാണ്. ആന്റി മലബാറിലാണ്, മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നോക്ക്, ഞാൻ ഈ മദ്യപാനത്താലും ഈ തകർച്ചയിലൂടെയൊക്കെ പോകുമ്പം ഷീനായെ വിളിക്കുകയും രാത്രിയിൽ അവർ ഒന്നിച്ച്, ഞാൻ ബോധമില്ലാതെ വന്ന് കിടക്കുമ്പം രാത്രിയിൽ അവർ ഒന്നിച്ച് ഫോണിൽ പ്രാർത്ഥിക്കും. ഷീന എൻ്റെ മേൽ കൈവെക്കും. ദൈവവചനത്തിൽ മനോഹരം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മദ്യപാനത്താൽ നിങ്ങളുടെ ഭവനം തകർന്നിരിക്കുന്നു, മറ്റേതെങ്കിലും അഡിക്ഷനിൽ തകർന്നിരിക്കുന്നു, ഞാനൊരു കാര്യം ഉറപ്പോടെ പറയാം, ദൈവവചനം ഒരിക്കലും മാറത്തില്ല. ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ ഭാര്യയ്ക്ക് അത്ര അധികാരം, ഭാര്യയുടെ ശരീരത്തിന്റെ മേൽ ഭർത്താവിന് അത്ര അധികാരമെന്ന് വചനം പറയുന്നുവെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഭയങ്കര പവർഫുൾ ആണ്. ഷീന അന്നൊക്കെ എൻ്റെ മേത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനും മദ്യപാനത്തിന്റെ കെട്ടുകളെല്ലാം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ, അങ്ങേ തലയ്ക്കൽ മലബാറിൽ ആന്റി പ്രാർത്ഥിക്കും. ചില ആഴ്ചകൾക്കകം ഞങ്ങളെ സ്വർഗീയ വരുന്ന കൂട്ടായ്മയ്ക്ക് അകത്തോട്ട് കർത്താവ് കൊണ്ടുപോയി നിർത്തി. ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങളെയും അന്തരീക്ഷത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് തുടങ്ങിക്ക്. ചിലരൊക്കെ പറയും, ബ്രദറെ ഇത്രയും പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥിക്കാന്ന് പറയുമ്പം ഇത്രയും പ്രാർത്ഥിച്ചാൽ അങ്ങ് തീർന്നു പോവുക. സ്റ്റാർട്ട് പ്രേയിങ്, സ്റ്റാർട്ട് ബ്ലെസ്സിങ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തുടങ്ങിക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്ക്. ചില രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ചില പട്ടണങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച്, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. നോക്ക്, പണ്ടൊരാള് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഇത്രയും വലിയ സൗഖ്യമാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കയറി അങ്ങ് ആശുപത്രി കയറി അങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ. സ്റ്റാർട്ട് പ്രേയിങ്. വേദനയിൽ കിടക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. പണ്ട് കോട്ടയത്ത് എനിക്ക് തോന്നുന്നു December 31 ആയിരുന്നു ഒരു പ്രസ് കോൺഫറൻസ്. കോട്ടയം പ്രസ് ക്ലബിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുമ്പം അന്ന് ആ പ്രസ് കോൺഫറൻസ് നടത്തുന്ന നമ്മള് രോഗസൗഖ്യത്തിന്റെ ഒക്കെ ഫ്ലെയേഴ്സ് എല്ലാം ഇറക്കിയിരിക്കുമ്പോൾ ആ പ്രസ് കോൺഫറൻസ് നടത്തുമ്പം ഞാൻ ആ പ്രസ് കോൺഫറൻസ് ലീഡ് ചെയ്യുകയാണ്. അവിടെ ഒരു വ്യക്തി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഏതോ ഒരു പ്രസിന്റെ ഒരാള് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് എല്ലാരെയും അങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ. ഈ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ചിലത് പരിശുദ്ധാത്മാവ് നാവിന്മേൽ തരും. യേശു, ഞാൻ അവരോട് മറുപടി പറഞ്ഞു, യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം. നോക്ക്, എന്നാൽ ആ വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴും പരാജയപ്പെടാത്ത ഒരു നാമമാണ് അത് യേശുവിന്റെ നാമം. യു ക്യാൻ ഡിപ്പെൻഡ്. ആ നാമം നമുക്ക് ആശ്രയിക്കാം. ആ നാമം വിശ്വസ്ത നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ സകല മുട്ടും മടങ്ങും. നോക്ക്, ഡോക്ടർമാര് പലപ്പോഴും, ഞങ്ങളുടെ വീട്ടിൽ 2 ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ലിമിറ്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ ദൈവമൊന്നും അല്ലല്ലോ, ഞങ്ങൾ പഠിച്ചത് വെച്ച് ഞങ്ങൾക്ക് ലിമിറ്റ്സ് ഉണ്ട്. പക്ഷെ ആ ലിമിറ്റിന്റെ അപ്പുറവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കർത്താവുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇന്നു മുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്റ്റാർട്ട് പ്രേയിങ്. ദൈവസന്നിധി ചുമ്മാ ഇരുന്നേ, നിങ്ങൾ ചുണ്ടനക്കിക്കേ. എന്ത് പ്രാർത്ഥിക്കണമെന്ന് എന്റെ കർത്താവ് നാവിൻ നിന്റെ വാ വിസ്താരത്തിൽ തുറക്ക്, ഞാനതിനെ നിറയ്ക്കുമെന്ന കർത്താവ് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് തുറന്നു പിടിച്ച് അങ്ങ് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കേ. നന്ദി. പ്രാർത്ഥന നിങ്ങളിലൂടെ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് പക്ഷാപാതം ചെയ്യുന്ന ചെയ്യുന്ന ഒരു സ്പിരിറ്റ് അകത്തിരിപ്പുണ്ട്. അകത്തൊരു സിസ്റ്റം, വേറൊരു സിസ്റ്റം ഇരിപ്പുണ്ട്. അകത്ത് ഒരിക്കലും ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്ത ഒരു എഞ്ചിൻ അകത്തിരിപ്പുണ്ട്. ആ എഞ്ചിന്റെ പേരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ എഞ്ചിൻ എപ്പോഴും ഓണാണ്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് വാ തുറന്നാൽ അതിനെ കർത്താവ് നിറയ്ക്കും. ആ വായൊന്ന് തുറന്നാൽ അതിലൂടെ ചിലതൊക്കെ ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് പ്രേയിങ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇയ്യോബ് തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥ മാറി, തന്നെ നഷ്ടപ്പെട്ടതിൽ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചുവെന്ന് ഇയ്യോബിന്റെ പുസ്തകം 42 എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഉറപ്പോടെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം,
പ്രാർത്ഥന, പ്രയർ ആൻഡ് ഇന്റർസീഡിങ്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ വിഷയം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പോലും വിസ്മയിക്കുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥകൾ മാറുന്നത് നിങ്ങൾ കാണാനിടയാകും. നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനം പറയാണ്, നമ്മൾ ഓർക്കും, നമ്മുടെ തിമോത്തിയോസിന്റെ 1 തിമോത്തി 2:1 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ടി. രാജാവിന് എന്റെ പ്രാർത്ഥനയുടെ വല്ല ആവശ്യമുണ്ട്? രാജാവ് ഹീസ് പവർഫുൾ അല്ലെ, പുള്ളിയുടെ സ്ഥാനത്ത് തന്നെ പുള്ളി വളരെ ശക്തനാണ്. നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി നരേന്ദ്രമോദിജിക്ക് എന്റെ പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ട്. ഐ എം ദ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി. ഈ രാജ്യത്തിന്റെ ഒരു പൗരനാണ്. നിങ്ങളുടെ സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിച്ചേ, ഗവൺമെന്റ് മിഷണറികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, IAS ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ പഞ്ചായത്ത് ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചേ, നിങ്ങൾ പോലീസ് ഫോഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചേ, നമ്മുടെ ഫയർഫോഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, നമ്മുടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരില്ലേ, നമ്മുടെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരില്ലേ, അവരുടെ സ്വന്തം വീടും എല്ലാം വിട്ട് അവർ കാവൽ അവിടെ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, അവർക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ ഒന്ന് തിമോത്തിയോസ് അതിന്റെ 2:1 ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിലും മുമ്പേ നിങ്ങളെ ഓർപ്പിക്കുന്നു. ബിഫോർ ഓൾ, എല്ലാത്തിലും മുമ്പേ ആദ്യം രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാര സ്ഥാനങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് വേണ്ടിയും ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ സഭയെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. യെരമ്യാ പ്രവചനത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്, 29:7 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ബദ്ധനായി കൊണ്ടുപോവാറാക്കിയ പട്ടണത്തിൽ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. ഞാൻ നിങ്ങളെ ബദ്ധനായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൽ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? നമ്മളെ ഭരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടാൽ അത് മുഴുവൻ രാജ്യത്തിനും, അത് മുഴുവൻ സിറ്റിസൺസിനും ഒരനുഗ്രഹമല്ലേ? നമ്മുടെ രാജ്യം ഇൻഫ്രാസ്ട്രക്ചറിൽ, നമ്മുടെ രാജ്യം എല്ലാ നിലകളിലും, കാർഷിക രംഗത്തായിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ, നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടാൽ ആ രാജ്യത്തിന്റെ അനുഗ്രഹം മുഴുവൻ സിറ്റിസണും ലഭിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. നമ്മൾ ഇലക്ഷൻ ആയിരുന്നല്ലോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കാൻ പോവുക. പ്രാർത്ഥിക്കണം. കർത്താവെ, നീ അയച്ച് എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ കർത്താവെ, അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അതിന് വേണ്ട വിസ്ഡം, ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ഈ ജനത്തെ പരിപാലിക്കുവാൻ എനിക്ക് എന്ത് തരണം? ഐ നീഡ് വിസ്ഡം. കർത്താവ് ശലോമോനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ധനമല്ല ചോദിച്ചത്, നീ ദീർഘായുസല്ല ചോദിച്ചത്, നീ വിസ്ഡം ചോദിച്ചത് കൊണ്ട് ദൈവത്തോട് ചോദിക്കാൻ ഏറ്റവും നല്ലത് വിസ്ഡമാക്കട്ടെ. കർത്താവ്, എനിക്ക് ജ്ഞാനം തരണം. അവിടെ ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട്, നീ ജ്ഞാനം ചോദിച്ചതുകൊണ്ട് അതിനോടുകൂടെ ഞാൻ സമ്പത്തും ദീർഘായുസും കൂടെ ഞാൻ നിനക്ക് തരിക. നീ ജ്ഞാനം ചോദിച്ചതുകൊണ്ട് നിന്റെ ശേഷമോ നിനക്ക് മുമ്പോ നിന്നെ പോലെ സമ്പത്തുള്ള ആരും ഉണ്ടാകത്തില്ല. അതൊരു പ്രോമിസാ. ഇന്നും ഇല്ല. ശലോമോൻ ഉണ്ടായിരുന്ന പോലെ സമ്പത്ത് ഇന്നും വേറെ ആർക്കും ഇല്ല. കാരണം എന്നാ ചോദിച്ചേ? വിസ്ഡം ചോദിച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ ജനത്തെ പരിപാലിക്കുവാൻ. അപ്പൊ ദൈവത്തോട് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് പൈസ അല്ല, ഡോളർ അല്ല, ഒന്നുകൂടെ ബെറ്റർ ഒരു ജീവിത സാഹചര്യങ്ങളല്ല. കർത്താവിനോട് ചോദിക്കാൻ പ്രാർത്ഥനയിൽ കർത്താവെ, എനിക്ക് ഐ നീഡ് മോർ വിസ്ഡം, എനിക്ക് ഡിസേണിങ് വേണം, എനിക്ക് ഓരോ കാര്യം നന്മ തിന്മകളെ തിരിച്ചറിയാൻ, അതിനെ ഒന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് എനിക്ക് തരണം കർത്താവ്. ഒന്ന് ചോദിച്ചേ, കർത്താവെ, എനിക്ക് ആ ഡിസേണിങ് സ്പിരിറ്റ് എനിക്ക് വേണം. ഒരു കാര്യം, ഒരു സംഭവം വരുമ്പം തന്നെ, ഒരു വേണ്ടാത്ത ഒരു കാര്യം വരുമ്പം തന്നെ എനിക്കതിനെ ഒന്ന് തിരിച്ചറിയാം. കുറച്ച് കഴിയുമ്പോഴല്ല, പകുതി വഴി അതിൻ്റെ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴല്ല, അതിൻ്റെ കൂടെ വഴി സഞ്ചരിക്കുന്നതിന് മുമ്പേ എനിക്ക് പിടികിട്ടണം.
അത് വരുമ്പം തന്നെ അതിനെ എന്ത് ചെയ്യണം? ത്രാഷിലോട്ട് കളയാൻ, അതിനെ ആ ബിന്നിന്റെ അകത്തോട്ട് തള്ളിക്കളയാൻ. അതിനെനിക്ക് ഡിസേണിങ് സ്പിരിറ്റ് വേണം. ഇവിടെ ദൈവവചനം പറയുകയാണ്, ഈ എന്തിനു വേണ്ടിയാണ്, പലരും ചോദിക്കും, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ടു ലീവ് എ പീസ്ഫുൾ ലൈഫ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയത് ഈ പൈസയെക്കാട്ടിലൊക്കെ ഒത്തിരി വലുതല്ലേ സമാധാനം. നമുക്ക് ജീവിക്കാൻ വീട് വേണം, നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കർത്താവേ, നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലുതല്ലേ സമാധാനം. ഞാൻ പലപ്പോഴും ഈ യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഓർക്കുക, വീട് വിട്ട് പലായനം ചെയ്ത് കൊച്ചു കുഞ്ഞുങ്ങളെ ആയിട്ട് എന്തെങ്കിലും സമാധാനമുണ്ടോ? ഇന്ന് എവിടെ കിടന്ന് ഉറങ്ങുമെന്ന് അവർക്കറിയാവോ? അവർ കഷ്ടപ്പെടുക. അടുത്ത ബോംബ് എപ്പോഴാണ് വരുന്നത്, അടുത്ത ബുള്ളറ്റ് എപ്പോഴാണ് വരുന്നത്, അടുത്ത മിസൈൽ എവിടുന്നാ വരുന്നത്, അവർക്കറിയത്തില്ല. അവരുടെ ത്രെറ്റാണ്, അവരുടെ ലൈഫ് ത്രെറ്റിലൂടെയാണ് അവർ പോകുന്നത്. എന്നാൽ ഏറ്റവും വേണ്ടത് പ്രിയപ്പെട്ടവരെ സമാധാനമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനമുണ്ടാകും. രണ്ട്, നോക്ക്, കർത്താവിന്റെ ഹിതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കർത്താവ്, ഹി വിൽ ബി ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ ഹെവൻലീസ്. അവരിൽ ദൈവഹിതം മാത്രമേ നിവർത്തിക്കപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ ഹിതം. കർത്താവെ, നിന്റെ ഇഷ്ടം നടന്നാൽ മതി. പലപ്പോഴും നമ്മുടെ ഇഷ്ടമുണ്ട് ദൈവത്തെ. നമുക്ക് ഈ ദൈവവചനത്തെ, യെശയ്യാ പ്രവചനത്തിൽ ഒരു വചനമുണ്ട്, പ്ലീസ്, എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളെക്കാൾ ഉയർന്നവയാണ്. ഗോഡ് ഓൾവേസ് ഹാവ് എ ബെറ്റർ പ്ലാൻ അബൌട്ട് അസ്. എന്നെയും നിങ്ങളെയും കുറിച്ച് എന്റെ കർത്താവിന്റെ പ്ലാൻസ് ഒത്തിരി വലുതാണ്. ഗോഡ് ഓൾവേസ് ഹാവ് എ ബെറ്റർ പ്ലാൻ. പ്ലീസ്, അതുകൊണ്ട് നമ്മൾ പാട്ട് പാടുമ്പം എന്റെ ഹിതമല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, നിന്റെ ഹിതം. നമ്മളത് പാടും, പക്ഷേ അതങ്ങനെ ശരിക്കും ഡു യു റിയലി മീൻ ഇറ്റ്? എന്റെ ഹിതം വേണ്ട, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി. പ്രൈസ് ലോർഡ്. നോക്ക്, പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ മേലാത്ത ഒന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നു മുതൽ ഞാനൊരു കാര്യം പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നിങ്ങളുടെ അയൽവക്കത്തെ വീടുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പുറത്തെ വീട്, നമ്മുടെ വീടിനേക്കാൾ ആ വീട് അനുഗ്രഹിക്കപ്പെടണം. തോസുകാർ എനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അയൽക്കാർ നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ഒന്നുമില്ലേ, അവർ വന്ന് നമ്മളോട് വായ്പ ഒന്നും ചോദിക്കത്തില്ലല്ലോ. മറ്റുള്ളവർ നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ ദേശം ഏറ്റവും ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് അസൂയ, അവരുടെ വീട് നമ്മുടെ വീടിനേക്കാൾ വലിയ വീട് അവർ പണിയട്ടെ, നല്ലൊരു ജീവിത സാഹചര്യങ്ങളിൽ അവർ ജീവിക്കട്ടെ, ഇച്ചിരൂടെ മെച്ചപ്പെട്ട ഒരു വാഹനത്തിൽ അവർ നടക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാം, അവര് മെച്ചപ്പെട്ട് നടക്കുമ്പം നിങ്ങൾ താന്ന് നടക്കാൻ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. നിങ്ങൾ താന്നു പോകാൻ ഒരിക്കലും എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. സോ സ്റ്റാർട്ട് ഇന്റർസീഡിങ്, സ്റ്റാർട്ട് പ്രേയിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് തുടങ്ങിക്കേ. നിങ്ങളുടെ ജീവിത സാഹചര്യം മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങും. നിങ്ങളുടെ സമാധാനം വലുതായിരിക്കും, നിങ്ങളുടെ സന്തോഷം വലുതായിരിക്കും. ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ മറക്കും. മറ്റുള്ള ചിലരുടെ വിഷയമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ, ചിലരുടെയൊക്കെ വിഷയം കേൾക്കുമ്പം നമ്മുടെ വിഷയം ഒന്നും അല്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നി, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ വിഷയം കേൾക്കുമ്പോൾ എന്റെ കർത്താവേ, അങ്ങനെ തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ വിഷയം ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ വിഷയത്തെ പറ്റി, നമ്മുടെ വിഷയത്തെ പറ്റിയുള്ള ചിന്ത നമ്മളിൽ നിന്ന് പയ്യെ മാറാൻ തുടങ്ങും. അത് കർത്താവ് അങ്ങ് കൈകാര്യം ചെയ്യും. പ്രൈസ് ലോർഡ്. അതിനെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റും. നിങ്ങൾ നോക്കിക്കോ, അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നോക്ക്, പ്രോവേഴ്സിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പ്രോവേഴ്സ് 21:1 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കർത്താവ് അതിനെ തിരിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. സോ
ആ കർത്താവിലോട്ട് നോക്കി, കർത്താവിന്റെ ഇഷ്ടം. യേശു അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, യേശു നോക്ക് ഈ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അവര് പറയുന്ന സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ പോകുന്ന മുഴുവൻ പേർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എന്നെ നിങ്ങളെയും കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, പ്രേ ഫോർ അതേഴ്സ്, ഇന്റർസീഡ് ഫോർ അതേഴ്സ്. ഒരുവൻ, ഇന്ന് നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ, ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്നത്, പല രാജ്യങ്ങളിലും പല വീടുകളിലും ഞങ്ങൾ ഇരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച്, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ഐക്യമധ്യപ്പെട്ടെന്ന് ചോദിച്ചാലും പുത്രൻ മഹത്വപ്പെടേണ്ടതിനായി പിതാവാം ദൈവം മുഖാന്തരം അത് നൽകി തരും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ ഒന്നിച്ചു വരികയാണ്. ഒന്നിച്ച് വി ആർ ഇന്റർസീഡിങ് ഫോർ, ഇന്ന് വേദന അനുഭവിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം നടക്കുകയാണ്, യുദ്ധസമാനമായ അനുഭവങ്ങൾ നടക്കുകയാണ്. അനേകർ പലായനം ചെയ്യുന്നു, അനേകരുടെ സമ്പത്ത്, അവരുടെ വീട് എല്ലാം നശിച്ചു പോവുകയാണ്. കർത്താവെ, ഒരു പീസിന് വേണ്ടി, നിനക്ക് സമാധാനം എവിടെയും വരുത്താൻ സാധിക്കും. ഒരു പീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധശ്രുതികൾ നിൽക്കട്ടെ. വേദന അനുഭവിക്കുന്നവരെ എല്ലാം എൻ്റെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുമെന്ന് പറഞ്ഞ കർത്താവ്, ആ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവരെ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് വേദന അനുഭവിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി, ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നവർക്കല്ല, ഇതിന്റെ പുറത്തോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, വേദന അനുഭവിക്കുന്നവർ, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞവർ, രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നവർ, കർത്താവെ, വളരെ വിഷമത്തോടെ ജീവിതം ഇനി അവസാനിപ്പിച്ചാലോ എന്ന് പോലും വിചാരിച്ച് ഇരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ, അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, വീടുകൾ വിടുവിക്കപ്പെടട്ടെ, ആത്മഹത്യകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, സാത്താന്യ പ്രവൃത്തികൾ അഴിയട്ടെ, അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പാർലമെന്റ് മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യസഭ, ലോകസഭ, 2 സഭകളിലുമുള്ള മുഴുവൻ എലക്റ്റഡും നോമിനേറ്റഡ് ആയിട്ടുള്ളവർക്കും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു മൈ ഫാദർ. ലോ മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ നിയമം. കർത്താവെ, ഈ രാജ്യത്തിന് അനുഗ്രഹമായി തീരണം. അതിനായിട്ട് കർത്താവ് അവരെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചിവിടെ ഇന്റർസീഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ദേശം ഏറ്റവും ബ്ലെസ്ഡ് ആകട്ടെ, ഞങ്ങളുടെ ദേശത്തെ ടെക്നോളജി ബ്ലെസ്ഡ് ആകട്ടെ, ഇവിടുത്തെ കർഷകർ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടുത്തെ ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, ഭാരത രാജ്യത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ യേശുവിൻ നാമത്തിൽ ബെറ്റർ ആകട്ടെ, തൊഴിലില്ലായ്മ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ വരുമാന മാർഗങ്ങളെ ഇന്ത്യയിൽ കർത്താവ് ജനത്തിന് തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ യേശുവിന്റെ നാമത്തിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവെ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് യേശുവിൻ നാമത്തിൽ ബെറ്റർ ആകട്ടെ. എല്ലാ മേഖലകളും, ഞങ്ങളുടെ ടൂറിസം കർത്താവെ, ലോകരാജ്യങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യ ഒരു അനുഗ്രഹമാകണം. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തട്ടെ. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പട്ടാളക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പോലീസ് ഫോഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പാരാമിലിറ്ററിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഓരോരുത്തരും, ഞങ്ങളുടെ ഫയർഫോഴ്സ്, അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും യേശുവിന്റെ നാമത്തിൽ രക്ഷ ചെയ്യുന്നവർ, കർത്താവെ, മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവർ, ഞങ്ങളുടെ റെഡ് ക്രോസ് പോലെയുള്ള ഞങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് യേശുവിൻ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുകയാണ്. അവർ ചെയ്യുന്ന ഒന്നും മറന്നു കളയാൻ അവിടുന്ന് അനീതിയുള്ള ദൈവമല്ലല്ലോ. അവരെ മടക്കി മാനിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഹോസ്പിറ്റൽസ്, ഞങ്ങളുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും നല്ലവണ്ണം വേദനയിൽ സഹായത്തോടെ അവരുടെ കൂടെ നിൽക്കുവാൻ അവർക്ക് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു മൈ ഫാദർ. ഞങ്ങളുടെ റിസർച്ച് വിങ്ങിന് വേണ്ടി ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഗീവ് ദം മോർ വിസ്ഡം. കർത്താവ് കൂടുതൽ ഇന്ന് ഞങ്ങൾ സംസാരിച്ചതുപോലെ കൂടുതൽ ജ്ഞാനം കർത്താവ് അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നിറയ്ക്കണമേ പച്ച. അനുഗ്രഹിക്കുകയാണ് കർത്താവെ. ഇന്ന് ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ലെറ്റ് ദം ബി ബ്ലെസ്ഡ് ഇൻ എവറി ഏരിയ ഓഫ് ദർ ലൈഫ്. എല്ലാ മേഖലകളും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ്. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ അതിന്റെ മേൽ ജയം ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അത്ഭുത വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം കൊണ്ട് നീട്ടുന്നതിനായി സ്തോത്രം. വിടുവിച്ച കൃപയ്ക്കായി നന്ദി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. സോ ഇന്റർസീഡ് ഫോർ അതേഴ്സ്. ഇന്ന് ദ വേസ് ടു പ്രോസ്പർ അതിന്റെ 5ാമത്തെ കീയാണ് ഇന്റർസീഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ശീലം ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇന്നു മുതൽ ബിഗിൻ ഇറ്റ്, സ്റ്റാർട്ട്. ഇന്ന് മുതൽ അതൊന്ന് തുടങ്ങി വെച്ച് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്റ്റാർസ് അയക്കുന്നവരുണ്ട്, ഞാൻ അവരെ എല്ലാം ഓർത്ത് നിങ്ങൾ തരുന്ന ആ ഉത്സാഹത്തിനായി, ഞങ്ങൾക്ക് തരുന്ന ആ പ്രചോദനത്തിനായിട്ട് നന്ദി പറയുന്നു. ആ സ്റ്റാർസ് അയക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് മോർ ഓവർ, എല്ലാത്തിലും ഉപരി യു ഷുഡ് ഷെയർ ദ വീഡിയോ. ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ടു മെനി പീപ്പിൾ. അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. നിങ്ങൾ ഇത് കേട്ട് ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പുറകോട്ടുള്ള കഴിഞ്ഞ 5 എപ്പിസോഡ് നിങ്ങൾക്ക് പുറകോട്ട് പോയി നിങ്ങൾക്ക് കേൾക്കാം. യൂട്യൂബിലും ഇതുണ്ടെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.